നമസ്കാരം. കാളീദേവിയുടെ അതിശക്തമായ ഒരു സന്ദേശമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ശക്തിയുടെയും സംരക്ഷണത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകമാണ് സാക്ഷാൽ ഭദ്രകാളി ദേവി. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും ഭയത്തെയും അകറ്റാൻ ദേവി നൽകുന്ന അരുളപ്പാടുകളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം ക്രീം കാളി എന്ന് കമൻ്റായി രേഖപ്പെടുത്തി നിങ്ങൾ അമ്മ മഹാമായെ വന്ദിക്കൂ. ഭയത്തെ അതിജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് കാണുവാനായി സാധിക്കുന്നു. ശത്രുക്കളെയല്ല, നിങ്ങളുടെ മനസ്സിലെ ഭയത്തെ തന്നെയാണ് ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്ന് കാണുന്നു. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഏതൊരു കാര്യം കണ്ടാലും ഉടനെ ഭയപ്പെടുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കാളിദേവിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് തീർച്ചയായും ഒപ്പമുണ്ട് എന്നും അതിനാൽ ഒരു ദുർശക്തിക്കും നിങ്ങളെ തൊടാൻ പോലും സാധിക്കില്ല എന്ന സന്ദേശം തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഈ സമയം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ശത്രു എന്ന കാര്യവും നിസ്സംശയം പറയുവാൻ സാധിക്കും. ഏതൊരു കാര്യം സംഭവിച്ചാലും ഉടനെ തന്നെ ഉറക്കം നഷ്ടപ്പെടുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ ഭയം ഭൂരിഭാഗവും നിങ്ങൾക്ക് ചുറ്റുമുള്ളതല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ് എന്നതാണ് വാസ്തവം. ഒരിക്കലും നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ പാടുള്ളതല്ല. പുറത്തുള്ള ലക്ഷണങ്ങളല്ല, നിങ്ങളുടെ മനസ്സിലുള്ള ആ കരുത്താണ്, മനസ്സിൻ്റെ കരുത്താണ് വലുത് എന്ന കാര്യം എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സിംഹത്തെ മെരുക്കുവാൻ സാധിക്കുന്ന ഒരു കരുത്ത് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നും അമ്മ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നു. അതിനാൽ അമ്മയുടെ വന്യമായ എന്നാൽ ശാന്തമായ ശക്തിയെ ഇത് സൂചിപ്പിക്കുന്നതുമാണ്. ഒരു സിംഹത്തെ വെറും കൈകൊണ്ട് മെരുക്കുന്ന സ്ത്രീയുടെ ചിത്രം പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെയും ശത്രുദോഷങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഈ സമയം അമ്മ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം ശാരീരികമായ ശക്തിയേക്കാൾ നിങ്ങളുടെ ആത്മബലത്തിലാണ് വിജയം എന്നതാണ്. ദേവി നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യം നൽകുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളെ തകർത്ത് മുന്നോട്ട് കുതിച്ചു പായുന്ന ഒരു തേരാളിയെ പോലെ നിങ്ങൾ മുന്നേറേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. വഴിയിൽ തടസ്സങ്ങൾ പലതും ഉണ്ടായേക്കാം എന്നതും വാസ്തവമാണ്. നിങ്ങളെ പേടിപ്പിക്കുവാൻ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലരും നിങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വരാം. അത് നിങ്ങളുടെ ലക്ഷ്യത്തിന് ഭംഗം വരുത്തുവാനുള്ള ശ്രമങ്ങളാകാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്നും കണ്ണെടുക്കാൻ പാടില്ല എന്ന കാര്യം നിസ്സംശയം പറയാം. ദേവിയുടെ ഖഡ്ഗം നിങ്ങളുടെ മുൻപിലുണ്ട്. ഭയത്തെയോ ശത്രുക്കളെയോ ഭയപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിജയം നിങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ് എന്ന് കാണുന്നു. ഭയം മാറ്റാനുള്ള ദേവി, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഭയം മാറ്റാനുള്ള ദേവിക്കുള്ള ഉത്തമ പരിഹാരം തന്നെയാണ് രക്തപുഷ്പാഞ്ജലി പോലുള്ള കാര്യങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ നടത്തുക എന്നത്. അമ്മയുടെ കാവലിൽ നിങ്ങൾ സുരക്ഷിതനാണ് എന്നും വീട്ടിൽ ശത്രുദോഷമോ തടസ്സങ്ങളോ ഉണ്ട് എന്ന് തോന്നുകയാണ് എങ്കിൽ ആ തടസ്സങ്ങളെ ഭസ്മമാക്കുവാൻ അമ്മയുടെ അനുഗ്രഹത്താൽ അത് സാധിക്കും. ദുഷ്ടശക്തികളിൽ നിന്നും കണ്ണേറുകളിൽ നിന്നും നിങ്ങളെ അഥവാ നിങ്ങളുടെ കുടുംബത്തെയും ദേവി ഒരു കവചം പോലെ സംരക്ഷിക്കുന്നു എന്നതും വാസ്തവമാണ്.
ഇരുട്ടിലെ നിഴലുകളെ നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല എന്ന സൂചന തന്നെയാണ് അമ്മ നിങ്ങളോട് പരാമർശിക്കുന്നത്. ഈ സമയം മനസ്സിൽ അകാരണമായ പേടികൾ പലതുമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. പലതും ഒഴിവാക്കുവാൻ ശ്രമിച്ചിട്ടും അതിന് സാധിക്കാത്ത സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. നിങ്ങൾ പലപ്പോഴും ഭയപ്പെടുന്നത് സംഭവിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. നിങ്ങളെ അലട്ടുന്ന ഭയമെല്ലാം വെറും തോന്നലുകൾ മാത്രമാണ് എന്നതാണ് സത്യം. ഒരു അദൃശ്യ ശക്തി നിങ്ങളെ ഈ നെഗറ്റീവായ ചിന്തകളിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്രതീക്ഷിതമായ സഹായങ്ങൾ പോലും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നും കാണുന്നു. ഈ സമയം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവികമായ ഒരു സഹായം, അമ്മയുടെ സഹായം നിങ്ങളെ തേടിയെത്താം. മുൻപും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഏതൊരു കാര്യവും നിങ്ങളെ ബാധിച്ചാലും അത് തടസ്സങ്ങളാകാം, ശത്രുദോഷങ്ങളാകാം, അല്ലെങ്കിൽ മറ്റു വിഷമകരമായ കാര്യങ്ങളാകാം. എന്നാൽ അമ്മയുടെ അനുഗ്രഹം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തടയുവാൻ സഹായകരമായി തീരും. ഒരു ഊർജ കവചം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ പ്രാർത്ഥന അമ്മ കേൾക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. അതിനാൽ നിങ്ങളുടെ ചുറ്റും ഒരു കോട്ട പോലെ സുരക്ഷിതമാണ് എന്ന് കാണുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥയായി അമ്മ ഭഗവതിയുണ്ട് എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കില്ല. പലപ്പോഴും നിങ്ങളെ പലരും തോൽപ്പിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം അമ്മയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ ആരെയും ദ്രോഹിക്കാതെ മുന്നോട്ട് പോകുന്നവർ തന്നെയാണ്. എന്നാൽ മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ പലപ്പോഴും മുന്നോട്ട് പോകുവാൻ പോലും സാധിക്കാത്ത സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ മറ്റുള്ളവർക്ക് കഴിയില്ല എന്ന കാര്യം ഓർക്കുക. അധർമ്മത്തിനെതിരെ പോരാടുവാനുള്ള ശക്തി തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങൾ സത്യസന്ധമായ പാതയിലാണ് ഇപ്പോൾ പോകുന്നത് എന്ന് കാണുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്കെതിരെ നിന്നാലും വിജയം നിങ്ങളുടേതായിരിക്കും എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ഭയപ്പെടേണ്ടതായ സാഹചര്യമില്ല. നിങ്ങളുടെ കർമ്മം ശുദ്ധമാണ് എന്ന് അമ്മ പറയുന്നു. ദൈവികമായ നീതി നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ സംരക്ഷണം നിങ്ങൾക്ക് വന്നു ചേരും. സത്യം ഒടുവിൽ വെളിപ്പെടുന്നതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. കാരണം അർഹമായ പലതും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് കാണുന്നു. നിങ്ങൾ ഉയരത്തിൽ നിൽക്കുന്നവർ തന്നെയാണ് എന്ന ചിന്ത ഉണ്ടാകേണ്ടതാണ്. കാരണം സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് നിങ്ങൾ. ശത്രുദോഷമുണ്ട് എങ്കിലും ആ തടസ്സങ്ങളെ പോരാടി നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം. ഒരു പുതിയ ഉദയം സംഭവിക്കാനായി പോകുന്നു എന്ന സാഹചര്യവും ജീവിതത്തിലുണ്ട്. കഴിഞ്ഞ കാലത്തെ ആ കഷ്ടപ്പാടുകളും തടസ്സങ്ങളും എല്ലാം മറക്കേണ്ടതാണ്. അതിനൊരു അറുതി വരുന്ന സമയമാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് വീണ്ടും നിങ്ങൾ നെഗറ്റീവായ ചിന്തകൾ, നെഗറ്റീവായ ഊർജം നിങ്ങളിലേക്ക് സ്വീകരിക്കരുത്. ഈ സമയം സത്യം ജയിക്കുകയും നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ, സമാധാനവും അംഗീകാരവും തിരികെ ലഭിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ എല്ലാ തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അമ്മയുടെ അനുഗ്രഹമുള്ളവർ തന്നെയാണ് നിങ്ങൾ. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. അമ്മ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആ പോസിറ്റീവായ ഊർജത്തെ നിങ്ങളിലേക്ക് സ്വീകരിച്ച് മുന്നോട്ട് തന്നെ നിങ്ങൾ നീങ്ങുക.